ഇതുപോലൊരു ഉള്ളിച്ചട്നി ഉണ്ടെങ്കിൽ ദോശ ഇഡ്ഡലി തീരുന്ന വഴി അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും ഇത് മാത്രം മതിയാകും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉള്ളിച്ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സവാള ഇതുപോലെ സ്ലൈസായി അരിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളൊരു 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചീൻ്റെ ഒന്നും അളവങ്ങ് കൂടി പോകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് അതിലേക്ക് ഒരിത്തിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായി വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ചധികം കറിവേപ്പില തന്നെയാണ്. കറിവേപ്പില എത്രത്തോളം എടുക്കുന്നോ അത്രയും രുചിയാണ്. അപ്പോൾ കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയൊന്നും അളവ് കൂടി പോകണ്ട. അപ്പോൾ ഇത്ര മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇത് ആ ഒരു മുളക് പൊടീൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ടതാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഒരുപാട് അരച്ചങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് തരിതരിപ്പായി ഇതുപോലെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ഉപ്പോ പുളിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവേനും അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളീൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പുളിയൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പുളിയും മധുരവും അതുപോലെ തന്നെ നല്ലൊരു എരിവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ ദോശക്കും ഇഡ്ഡലിക്കും ചോറിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.